പപ്പായും മമ്മിയും നമ്മുടെ പ്രധാന നട്ടെല്ലുകളാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ എനിക്ക് ചെറിയ ജോലിയുണ്ട്. അപ്പോൾ ജോലി കഴിഞ്ഞ് നമ്മൾ ഉച്ച കഴിയുമ്പോഴത്തേനും ഏകദേശം ഫാമിലെ കാര്യങ്ങളും പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ സഹായവും ഇവരുടെ സഹായവും കൂടെ ഒക്കെ വരുമ്പോഴാണ് ഏകദേശം ഫിനിഷിംഗ് ആവും ഒരു ദിവസത്തെ പരിപാടികൾ. ഏതാണ്ട് 30 വർഷത്തോളം ആട് വളർത്തുണ്ട് നമുക്ക്. നേരത്തെ മലബാറി ഏകദേശം നാടൻ ആടുകളൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ ആവശ്യക്കാർ വരുന്നതനുസരിച്ച് നമ്മൾ പയ്യെ ക്രോസ് ഫീൽഡിലേക്ക് മാറിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ കുറച്ചും കഴിയുമ്പോൾ ഒരു നല്ലൊരു ഹൈബ്രിഡ് ഫാം തന്നെ സെറ്റപ്പ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ഒരു കൂടും നമ്മൾ ഉണ്ടാക്കാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നു. ബുക്കിങ്ങും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ബുക്കിംഗ് അനുസരിച്ചാണ് കുഞ്ഞുങ്ങൾ പോകുന്നത്. നല്ല കുഞ്ഞുങ്ങൾ പോകുന്നുണ്ട്. ക്രോസിങ്ങിന് പുറത്തുനിന്ന് ആൾക്കാരും വരുന്നുണ്ട്. നമുക്കിവിടെ 600 രൂപയാണ് ക്രോസിംഗ് ചാർജ് വരുന്നത്. പിന്നെ ആവശ്യക്കാരനുസരിച്ച് കുഞ്ഞുങ്ങൾ ഇപ്പോൾ സെയിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതലും മുട്ടൻ കുഞ്ഞുങ്ങൾക്കാണ് ഓർഡർ വരുന്നത്. പെരുന്നാൾ, മുസ്ലിംസിൻ്റെ പെരുന്നാളും കാര്യങ്ങളൊക്കെ എടുക്കാറാകുമ്പോഴത്തേനും നല്ല ഓർഡറും കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് നമ്മുടെ ഇവിടുത്തെ മെയിൻ കാവൽക്കാരനാണ്. ഡാഷ് ഹണ്ട് ഇനത്തിൽപ്പെട്ടൊരു നായ്ക്കുട്ടിയാണ്. മെയിലാണ്. ഇപ്പോൾ ഏകദേശം 1 വയസ്സോളം ആവുന്നു. ഞാൻ അങ്കമാലിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അങ്കമാലി നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് പുള്ളിക്കാരൻ തന്നതാണ്. നല്ല ശ്രദ്ധയാണ് കാര്യങ്ങൾക്കും. ഇപ്പോൾ ഒരു ഫാമിലൊക്കെ നിർത്താൻ പറ്റിയൊരു ഇനത്തിൽപ്പെട്ടൊരു പട്ടിയാണ്. എനിക്ക് തോന്നുന്നു രാജവാളയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ശ്രദ്ധയും കാര്യങ്ങളും നമുക്കൊരു ഡാഷ് ഹണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്ത് അനക്കവും കാര്യങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ ഇവർ ആക്റ്റീവായിട്ട് രംഗത്ത് ഇറങ്ങും. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ലേറ്റസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ പ്ലാവല. കുറേ നേരത്തെ മുമ്പ് ഒരു 4-5 വർഷം മുമ്പേ നമ്മൾ പ്ലാവല പച്ചയ്ക്ക് കൊണ്ടുവന്ന് നമുക്ക് കൊടുക്കുന്ന ഒരു ശീലമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ പ്ലാവല നമ്മൾ ഉണക്കി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ അയ്യൽ എവിടെ മരം വെട്ടുന്ന ആൾക്കാർ വിളിച്ച് പറയും. അപ്പോൾ നമ്മൾ പോയി ജീപ്പിന് നമ്മൾ എടുത്തിട്ട് വരും. അപ്പോൾ ഫുൾ സപ്പോർട്ടാണ് അവരും നമുക്ക്. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ പ്ലാവല ഇവിടെ എത്തും. നമ്മൾ പ്ലാവല കൊണ്ടുവന്ന ഉടനെ തന്നെ നമ്മളിങ്ങനെ തൂക്കി ഹാങ് ചെയ്ത് നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇല പൊഴിഞ്ഞും പോവില്ല, ആവശ്യം പോവില്ല. പിന്നെ ഓരോ ഇല ഇങ്ങനെ നമ്മൾ അടർത്തി നമ്മൾ കൂട്ടിക്കൊണ്ട് ഈ പരുവത്തി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ലപോലെ തിന്നും. അപ്പോൾ ഞാൻ നോക്കിയിട്ട് നല്ലൊരു ബോഡി കയറുന്നുണ്ട്. ഇത് പ്ലാവല കൊടുത്തിട്ട് ഡ്രൈ ആയിട്ട് ഫൈബറിൻ്റെ കണ്ടന്റ് ആയതുകൊണ്ട് നല്ലപോലെ ബോഡിയും കാര്യങ്ങളും കയറുന്നുണ്ട്. എത്ര മാസം വരെ നമുക്ക് കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും? പ്ലാവല 1 വർഷം വരെ, 1.5 വർഷം വരെ, 2 വർഷം വരെ നമുക്ക് എയർ വലിയ ഉള്ളിൽ കയറാതെയും വലിയ മഴ നനയാതെ വെള്ളാംശം നനയാതെ നമുക്കിത് എടുത്തു വെക്കാൻ സെറ്റപ്പ് ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ചാക്കിൽ എടുത്തിട്ട് വായു കടക്കാത്ത രീതിയിലും, അതായത് മഴ തണുപ്പടിക്കാത്ത രീതിയിൽ നമുക്ക് എത്ര വർഷം വരെ വേണമെങ്കിലും നമുക്ക് പ്ലാവല വെക്കാം. ഇപ്പോൾ പല ആൾക്കാരായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ 1 വർഷമായിട്ട് പ്ലാവല അവർ സൂക്ഷിച്ചു വെച്ചേക്കുന്ന വരെ ഞാൻ കണ്ടിട്ടുണ്ട്. പൂപ്പൽ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഒരു ചാക്കിനകത്ത് ഒരേ ഇലക്കയിലും പൂപ്പലുണ്ടെങ്കിൽ പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ആ ചാക്ക് നശിക്കും. അപ്പോൾ നമ്മൾ പരമാവധി ഡ്രൈ ആക്കിയിട്ട് നമ്മൾ എടുത്തു വെക്കുക. ഇപ്പോൾ ഒരു മഴക്കാലം സംബന്ധിച്ച് നമുക്ക് ആട് വളർത്തുകാർക്ക് ഒരു ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് തീറ്റയ്ക്കൊക്കെ. അപ്പോൾ വർഷക്കാലത്ത് നമ്മളിങ്ങനെ പ്ലാവല ബൾക്കായിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് വർഷക്കാലം നമുക്ക് മുന്നോട്ട് നീങ്ങി പോവാം പ്ലാവല ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ 2 പ്ലാവല നമ്മൾ കെട്ടി തൂക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഇനിയിപ്പോൾ ചാക്കിനകത്ത് അടത്തണം. നമ്മൾ ഞായറാഴ്ചയായിട്ട് ആടുകൾക്ക് മുട്ടയും മീനെണ്ണയും കൊടുക്കുന്ന പരിപാടി. അപ്പോൾ മൊത്തം 4-5 പേരുണ്ട്. അപ്പോൾ മുട്ട എടുത്ത് പൊട്ടിച്ച് ഗ്ലാസ്സിനകത്ത് ഒഴിച്ച് നമ്മളെ കുക്കിങ് ഇത് പറയുന്ന പോലെ അല്ലേ, ഇത് 2 മുട്ടയാണ് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 15 ml അല്ലെങ്കിൽ 10 ml മീനെണ്ണ ഒഴിക്കുക. നല്ലപോലെ മിക്സ് ആക്കണം. സിർജിയും കൊണ്ട് തന്നെ നമുക്ക് മിക്സ് ആക്കിയാൽ മതി. നല്ലപോലെ പതപ്പിച്ചെടുക്കുക. ഇത് നമ്മൾ ഇപ്പോൾ പതിപ്പിച്ച മുട്ടയും മീനെണ്ണയും കൂടി ഇനി ഇത് ഒരു 5 ml വെച്ചിട്ട് ഓരോരുത്തർക്ക് നമ്മൾ കൊടുക്കാൻ പോകും. അടുത്ത് കൊടുക്കുന്നത് ഭാഗം നമുക്ക് കാണാം. വെച്ചിട്ട് കൊടുക്കുക.
തുമ്മിക്കുഞ്ഞ് നമുക്ക് വലിയവന് കൊടുക്കാം കേട്ടോ. നമുക്കൊരു 20 മില്ലി വരെ കൊടുക്കാം. പൊട്ടിക്കല്ലോ. ഒരു 20 മില്ലി കൂടി. ഇത് നമ്മുടെ പാരന്റ് സ്റ്റോക്കിൽ പെട്ട എടുത്തോ. പാരന്റ് സ്റ്റോക്കിൽ പെട്ട ഒരാടാ. അപ്പോൾ ഇവള് 10ാമത്തെ പ്രസവം. അപ്പോൾ ഇവൾക്കും കൂടെ ഞാൻ കൊടുക്കും ഇടയ്ക്ക്. പ്രസവിച്ച് അപ്പോൾ അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ബോഡി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഓക്കെ. ആടല്ലാതെ പിന്നെ ഏതെല്ലാം കൃഷിയാണ് പിന്നെ നിങ്ങൾ ചെയ്യുന്നത്? തെങ്ങ്, റബ്ബർ, കമുക്, ജാതി, വാഴക്കൃഷി. കൂടുതലായിട്ടും ചെയ്യുന്ന റബ്ബർ കൃഷിയാണ്. ഇടവിളയായിട്ട് ജാതി, പിന്നെ കുടംപുളിയുണ്ട്, വെറ്റില കൃഷിയുണ്ട്, പിന്നെ തിരക്കേടില്ലാതെ പോകുന്നു. കാപ്പി, ഇപ്പോൾ അത്രയും കൃഷികളാണ് മെയിനായിട്ടും നോക്കുന്നത്. ജാതി വെക്കുമ്പോൾ നമുക്കൊരു ഇടവിള കൃഷിയായിട്ട് മാത്രമേ നമുക്ക് ജാതി ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ തുറസായ സ്ഥലത്തൊക്കെ ജാതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കായ്ഫലം വളരെ കുറവാണ്. തുച്ഛമായ നിരക്ക് നമുക്ക് കായ് കിട്ടില്ല. എപ്പോഴും ഒരു ഷെയ്ഡ് വേണം. ഒരു 40% 40% ഒരു ഷെയ്ഡുള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് ജാതി നല്ല രീതിയിൽ നമുക്ക് ഈൽഡ് കിട്ടുള്ളൂ. കായൊക്കെയുള്ള ഒരു ഈൽഡ് കിട്ടുള്ളൂ. ഇത് ബഡ് ചെയ്ത ജാതിയാണ്. 3 വർഷം അരിയിട്ട് കിളിപ്പിച്ചിട്ട് 3ാമത്തെ വർഷം തൊട്ട് ബഡിങ് തുടങ്ങി. ബഡിങ് തുടങ്ങി നല്ല പിടുത്തം വന്ന കായ് മാത്രം വെട്ടിവിടും. അതിന് ശേഷം ഒരു കതിർപ്പ് നിർത്തിയിട്ട് ബാക്കി അടി കണ്ടിച്ച് കളയും. ഇതെല്ലാം പഴയത് കണ്ടിച്ച് കളയും. അതിൻ്റെ പൊക്കത്തിലോട്ട് മുകളിലോട്ട് കിളിച്ച് വിടും. ഇതൊരു കണ്ടിച്ച് വിട്ട ഒരു 3ാം വർഷം തൊട്ട് കായാവും. ആ മൂത്ത് കഴിയുമ്പോൾ തോട്ടിക്ക് പറിച്ച് ഡയറിലിട്ട് ഉണങ്ങും. ഒരു ജാതിത്തൈന്ന് എത്ര കിലോ വരെ കിട്ടാൻ സാധ്യതയുണ്ട്? ഒരു ജാതിത്തൈ ഒരു 15 വർഷം പ്രായമുള്ളതാണെങ്കിൽ ഒരു 2 കിലോ പത്രി കിട്ടും. ഇപ്പോൾ ജാതിക്ക് എന്താ റേറ്റ്? ജാതിക്കായ്ക്ക് 900, 1000, 850 അങ്ങനെ റേഞ്ചുണ്ട്. വർഷത്തിൽ ഒരു തവണ മാത്രമേ ഉള്ളത് കിട്ടുമോ? ഒറ്റ വർഷമേ ഉള്ളൂ. ഒറ്റ കായുള്ളൂ. പിന്നെ പുഞ്ച കുറച്ചൊക്കെ കായ്ക്കും ചെറുതായിട്ട്. ജാതി കൃഷി ലാഭമാണോ? ജാതി കൃഷി ലാഭകരം. ഇടവിളായിട്ടാണ് ഇവിടെ ചെയ്യണതല്ലേ? ഇടവിള തെങ്ങിൻ്റെയോ കമുകിൻ്റെയോ ഇടയ്ക്ക്. പിന്നെ ഇത് പൊട്ടിക്കും. ഇത് പൊളന്ന് കഴിയുമ്പോൾ ഇത് കിട്ടും. അല്ലാതെ ഇത് പൊളന്നിട്ട് ഇതിൻ്റെ പരിപ്പ് എടുത്തിട്ട് അതും വിൽക്കും. അത് 420 വരെയും വിൽക്കും. അതിൻ്റെ റേഞ്ചുണ്ട്. 420, 450 വരെയുണ്ട്. പരിപ്പ് എടുക്കും. അല്ലാതെ ഇതിൻ്റെ കായ തന്നെയാണെങ്കിൽ 280 അസലായിട്ട്. മറ്റാകുമ്പോൾ നമ്മൾ 3ആയിട്ട് തിരിയണം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ തിരിഞ്ഞ് കഴിയുമ്പോഴത്തേനും 400 തൊട്ട് മുകളിലോട്ട് റേഞ്ച് ചെയ്യും. വെറ്റിലക്കൊടിയാണ്. ഇത് പറിച്ച് മാർക്കറ്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഒരു കെട്ടിന് 40 തൊട്ട് 50, 60 അങ്ങനെ റേഞ്ചിൽ പോകും. വേനൽക്കാലത്ത് റേറ്റ് കൂടും. ഒരു കെട്ടിന് 60 രൂപ വരെ റേഞ്ച് വരും. മഴക്കാലത്ത് കുറയുകയും ചെയ്യും. ഇത് നമ്മൾ കോവയ്ക്ക, നമ്മൾ അടുക്കള ആവശ്യത്തിന് പച്ചക്കറി ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ വീട്ടിൽ ചുമ്മാ ദിവസത്തിന് നട്ടു വളർത്തിയേക്കുന്നതാണ് കോവല. അത്യാവശ്യം ഒരു 1 കിലോ ഒക്കെ നമുക്ക് ഒരു ആഴ്ചയിൽ 2 വട്ടമൊക്കെ നമുക്ക് പറിച്ചെടുക്കാനുണ്ട്. യാതൊരുവിധ കീടനാശിനികളും വിഷമൊന്നും തളിക്കാതെ നമുക്ക് ശുദ്ധമായ
പച്ചക്കറി, നമ്മളൊന്നും അധികം പച്ചക്കറിയൊന്നും പുറത്തുനിന്ന് വാങ്ങാറില്ല, എല്ലാം പറമ്പിലുള്ള ഐറ്റംസ് വെച്ചാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക കാര്യങ്ങളും ചെയ്യുന്നത്. കവലിപ്പോൾ റീപ്ലാന്റ് ചെയ്താണ്, ആദ്യത്തെ തണ്ട് മുറിച്ച് വിട്ടിട്ട് ഇപ്പോൾ രണ്ടാമത് കയറി വന്നേക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഒരു സമ്പത്ത്, നമ്മുടെ കാർഷിക വിളകളുടെ ഒരു പ്രധാന ഇതാണ് വെള്ളം. അപ്പോൾ നമുക്ക് സുലഭമായിട്ട് വെള്ളമുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിന് ഇവിടെ കിണറുണ്ട്, കിണറിൽ നിന്നാണ് വെള്ളം അടിക്കുന്നത്. പിന്നെ കൃഷിക്ക് നമ്മൾ മോട്ടർ വെച്ച് അടിക്കുകയാണ്. ഇതിപ്പോൾ പണ്ട് തീർത്തേക്കാം വേനൽക്കാലമായിട്ട്. അപ്പോൾ വേനൽക്കാലമാകുമ്പോഴത്തേനും വെള്ളം ക്ഷാമം കുറവാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ബണ്ടുകൾ നിർമ്മിക്കും. അപ്പോൾ ജലത്തിൻ്റെ ഉയർപ്പ് കൂട്ടിയിട്ട് നമുക്ക് വെള്ളം സുലഭമായിട്ട് മോട്ടർ വെച്ചാലും നമുക്ക് ഒരു ജലനിരപ്പിൽ തന്നെ തുടർന്ന് നമുക്ക് വെള്ളം അടിക്കാൻ വേണ്ടി ഇഷ്ടംപടി വെള്ളം സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ ഒരു പ്രധാന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നല്ല സുലഭമായിട്ട് നല്ല വെണ്ണീർ പോലെ നല്ല വെള്ളം കിട്ടുന്നുണ്ട്. നല്ല പുറത്തു നിന്നാണ് വരുന്നത് ഈ വെള്ളം. അതുകൊണ്ട് യാതൊരുവിധ മാലിന്യങ്ങളൊന്നും ഞങ്ങൾ മാലിന്യം ഇടാനും അനുവദിക്കാറുമില്ല, ഞങ്ങളും ചെയ്യാറുമില്ല. അത് നല്ലൊരു അന്തരീക്ഷം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ.